Hello guys, today we are going to make a soybean roast. ആദ്യമായി സോയാബീൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഇച്ചിരി ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സോയാബീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നൊരു അരിപ്പ പാത്രത്തിലിട്ട് അരിച്ചെടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് പുരട്ടി മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം ഇതൊന്നെടുത്ത് വറുത്തെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുത്താൽ മതി. കുറേ അങ്ങ് കിടന്ന് മുരിഞ്ഞ് പോകണ്ട. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായി എണ്ണ ചൂടായി വരുന്ന സമയത്ത് മസാല കൂട്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ ബേലീഫും പെരുംജീരകവും കറുവപ്പട്ടയും ഗ്രാമ്പും അങ്ങനെയുള്ള ഏലക്കയെല്ലാം ഇച്ചിരി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാള അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചവയൊക്കെ മാറിയതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. മസാല ഒക്കെ നന്നായിട്ട് പിടിക്കാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് വെള്ളമൊക്കെ പറ്റി നല്ല റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, സെർവ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.